ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 13-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 12-ാം അധ്യായത്തിൽ രഹബയാമിനെ വിട്ട് യൊരോബയാം രാജാവായി തീരുകയും എന്നാൽ ജനം യെരൂശലേമിൽ പോയി രഹബയാമിൻ്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ബേഥേലിലും ദാനിലും കാളക്കുട്ടികളെ ഉണ്ടാക്കി മിസ്രയീമിൽ ഒളിവിച്ച് ദൈവം അതാന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ കൊണ്ട് ആരാധിപ്പിക്കുകയും ചെയ്യുന്ന ഹീനമായ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ യൊരോബയാമിൻ്റെ ഈ പ്രവൃത്തി മുഖാന്തരം ഒരു യുവ പ്രവാചകൻ വന്ന് അദ്ദേഹത്തിന് എതിരായി അവിടെ പ്രവചനം നടത്തുകയാണ്. ആ പ്രവചനം കേട്ടപ്പോൾ അത് ദൈവത്തിൽ നിന്നാണോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനൊരു അടയാളം അവിടെ നൽകുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അടയാളം ഇതാണ്, നീ യാഗമർപ്പിക്കുമ്പോൾ, നീ ധൂപർപ്പിക്കുമ്പോൾ ബലിപീഠം രണ്ടായിട്ട് പൊളിരുകയും അതിലെ ചാരം താഴെ വീണ് പോവുകയും ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ യൊരോബയാം ആ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി തൻ്റെ കൈ നീട്ടുകയും ആ കൈ മരവിച്ചു പോവുകയും ചെയ്തു. പിന്നെ കൈ മടക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഈ പ്രവാചകനോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം പ്രാർത്ഥിച്ച് കൈ സ്വസ്ഥതയിലാവുകയും ചെയ്തു. ആ സമയത്ത് യൊരോബയാം ഈ യുവ പ്രവാചകനെ തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനും സമ്മാനം നൽകുന്നതിനുമായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ വരില്ല, കാരണം യഹോവയായ എന്നെ അയച്ച ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരികെ എൻ്റെ ഭവനത്തിൽ എത്തുന്നവരെ ഭക്ഷണപാനീയങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നും പോയ വഴിയല്ലാതെ വേറെ വഴിയായിട്ട് തിരിച്ചു പോരണമെന്നും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല, ഞാൻ വേറെ വഴിയായി മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്ഷണം നിരസിച്ച് ഈ യുവപ്രവാചകൻ തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് ആ നാട്ടിലെ വൃദ്ധനായ മറ്റൊരു പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇത് കണ്ടിട്ട് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയൊരു യുവപ്രവാചകൻ വന്നെന്നും ഇങ്ങനെ നടന്നതായ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അസൂയ ഉണ്ടാവുകയാണ്. രാജാവിനോട് സന്ദേശം അറിയിക്കുവാൻ ഞാനിവിടെ ഉണ്ടായിരിക്കെ എന്നെ അവഗണിച്ച് മറ്റൊരു യുവപ്രവാചകൻ വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാവുകയും അദ്ദേഹം പോയ വഴിയെ ഈ യുവപ്രവാചകനെ അന്വേഷിച്ചെല്ലുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ സ്നേഹത്തോടെ തന്നെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. ഇനി വളരെ ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതാണല്ലോ, എൻ്റെ ഭവനത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിച്ചു. ആ യുവപ്രവാചകൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ മടങ്ങി വരുന്നവൻ വരെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞത് മറന്നിട്ട് വിസ്മരിച്ചിട്ട് ഈ വൃദ്ധനായ പ്രവാചകൻ വിളിച്ചനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ചെയ്തു. ദൈവകൽപ്പനയെ ലംഘിച്ചതിനാൽ ആ യുവപ്രവാചകൻ അവിടെ ശിക്ഷിക്കപ്പെടുകയാണ്. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഒരു സിംഹത്താൽ കൊല്ലപ്പെടുന്നതായി നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി മാനുഷികമായ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വീണു പോകാതെ നിലനിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏതെന്ന പ്രദേശായിൽ ആദ്യ മനുഷ്യന് സംഭവിച്ച ഇത് തന്നെയാണല്ലോ. യഹോവയായ ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഏതും തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഭക്ഷിക്കാം, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ പിശാച് വന്ന് അവരെ പ്രലോഭിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് ഭക്ഷിക്കുന്ന ഒരു പക്ഷികളും മൃഗങ്ങളും ഇഴജാതികളൊന്നും ചാകുന്നില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും, ആകാതിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആ വൃക്ഷഫലം അവിടെ ഭക്ഷിപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച് അവർ ഭക്ഷിച്ചതിനാൽ അവർ ഏതെന്ന പ്രതീക്ഷയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വരുന്നു.
ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ ധാരാളം പ്രലോഭനങ്ങൾ നമുക്കെതിരായിട്ടുണ്ടാവാം. അതിനെയൊക്കെയും ദൈവികമായ കൽപ്പനയാൽ അതിജീവിപ്പാൻ നമുക്കിടയായി തീരണം. ഈ വൃദ്ധനായ ഈ ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടായ അസൂയ നിമിത്തമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചതെന്നും നമുക്കറിയാം. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുക? ഇന്നും സഭാ ശുശ്രൂഷയിൽ ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതുതായി ഒരാൾ വരുമ്പോൾ അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാതെ പലരും അവർക്കെതിരായി പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. സാമൂഹിക ജീവിതത്തിലും അപ്രകാരം തന്നെയാണ്. രാഷ്ട്രീയത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ഒക്കെ ഈ ഒരു അസ്വസ്ഥത എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പുതിയ ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ലായ്മ. അല്ല, എന്നെ വിളിച്ചതുപോലെ അവരെയും ദൈവമാണ് വിളിച്ചത്, ഞാൻ ചെയ്യുന്നതുപോലെയുള്ള ശുശ്രൂഷയാണ് അവരെയും ചെയ്യുന്നത്. എന്നിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തമായ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുമെങ്കിൽ അതിൽ സന്തോഷിക്കുകയും അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് കുടുംബജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും എവിടെയായാലും തലമുറകൾ മാറി വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കരുതാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കണം. ഇനി അതിൻ്റെ 33 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ജെറോബെയാം അധർമ്മത്തിൽ നിന്ന് വീണ്ടും അധർമ്മത്തിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തുകയാണ്. വീണ്ടും പൂജാഗിരികളിൽ അദ്ദേഹം പുരോഹിതന്മാരെ വാഴിക്കുകയും ഈ പ്രവാചകൻ വന്ന് ഈ മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. നമ്മൾ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഇതാണ്. വീണ്ടും വീണ്ടും അതേ പാപം കൂടുതൽ ശക്തിയോടെ ചെയ്യാനുള്ള പ്രവണത നമ്മിലുണ്ടാകും. എന്നാൽ ദൈവികമായ കൽപ്പനയ്ക്ക് വിധേയമായി നമ്മൾ ചെയ്യുമെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവമേ അവിടുത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇടയാകരുതേ നമുക്കുള്ള പ്രാർത്ഥനയോടെ ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാനിടയായിത്തീരണം. വൈകിട്ട് കിടക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ച് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ പ്രലോഭനങ്ങൾക്ക് വിധേയമാവുകയോ അങ്ങനെയുള്ള കുറവുകൾ സംഭവിക്കുകയോ ചെയ്താൽ ദൈവസ്ഥനത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അങ്ങനെ ഓരോ ദിവസവും പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്കിടയാകണം. ദൈവമേ പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യെരോബെയാമിൻ്റെ ഒക്കെ ജീവിതം അതിൽ നിന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ടൊക്കെ മാറിയവനാണ്. പക്ഷേ പൈശാചിക പ്രലോഭനങ്ങൾക്ക് വിധേയമായപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്നതായ ഒരു സാഹചര്യം. അങ്ങനെ നമുക്ക് സംഭവിക്കാതെ ദൈവഹിത പ്രകാരം ജീവിപ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവമേ പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അതിലെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.